മഴ തോരും മുമ്പയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയും മനുവും രോഹിത്തും കൂടി ഹരിയെ കാണാനായി സെൻട്രൽ ജയിലിലേക്കുള്ള യാത്രയിലായിരുന്നു. ഹരിയെ കാണാനായി തന്നെയാണ് രോഹിത്ത് ഓഫ് കിട്ടിയ സമയത്ത് കോളേജിൽ നിന്നും നാട്ടിലേക്ക് വന്നത്. കൂടെയുണ്ടായിരുന്നത് ശരണ്യയുമായിരുന്നു. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടാണ് ശരണ്യയും രോഹിത്തും പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നാൽ ശരണ്യയെ വീട്ടിലേക്ക് കയറ്റാൻ കഴിയില്ലെന്ന വൈജയുടെ വാശി എല്ലാവരുടെയും ദേഷ്യം വർദ്ധിപ്പിക്കുകയായിരുന്നു. അതേപോലെ തന്നെ വൈജ ശരണ്യയെയും ഒരുപാട് വർത്തമാനവും ദേഷ്യത്തോടു കൂടിയുള്ള പെരുമാറ്റവുമായിരുന്നു. അതെല്ലാം ആർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആരെയും വകവയ്ക്കാതെ ബാലചന്ദ്രൻ ശരണ്യയെ തൻ്റെ മകളെപ്പോലെ തന്നെ വീട്ടിലേക്ക് കയറ്റുകയാണ്. അലീനയ്ക്കും ബബിതയ്ക്കും കൃഷ്ണമോൾക്കുമെല്ലാം ശരണ്യ വന്നതിൽ വളരെ സന്തോഷവുമായിരുന്നു. അതേ സമയത്ത് തന്നെ മനു വന്ന് അലീനയെയും രോഹിത്തിനെയും ഹരിയെ കാണാനായിട്ട് സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന വഴിയിൽ രോഹിത്തും അലീനയും തൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം മനുവിനോട് പറയുകയാണ്. അമ്മ എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും അമ്മയുടെ ഉള്ളിലെ ആ ദുഷിച്ച സ്വഭാവമൊന്നും മാറാൻ പോകുന്നില്ല മനുവേട്ട. അമ്മ എന്താണ് ഇങ്ങനെയെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ മനു തന്നെ പറയുന്നുണ്ട്, എല്ലാം മാറും, ഒരു സമയം വരും അതിനൊക്കെ. ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മാറേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു മനുവേട്ട. അമ്മയ്ക്ക് മാറാനാണെങ്കിൽ എത്രയോ സമയങ്ങളുണ്ടായിരുന്നു. എന്നെ കാണണമെന്ന് പറഞ്ഞ് അച്ഛനോട് വാശി പിടിക്കുന്ന ആ അമ്മയെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അമ്മ മാറിയെന്ന്. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒരിക്കലും മാറാൻ കഴിയില്ലെന്ന്. രണ്ടാളും അമ്മയെക്കുറിച്ചുള്ള പരാതികളെല്ലാം മനുവിനോട് പറയുമ്പോൾ മനു തിരിച്ചവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. എല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് മനു പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ എത്തേണ്ട സ്ഥലത്തെത്തുകയാണ്. സെൻട്രൽ ജയിലിന് മുമ്പിൽ അവരുടെ കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അവിടെ വരെ എത്തിയ അതേ രോഹിത്തായിരുന്നില്ല. രോഹിത്തിന് വല്ലാത്ത ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. രോഹിത്തിൻ്റെ ഭാവമെല്ലാം കാണുമ്പോൾ അലീന, എന്തു പറ്റി നിനക്ക്? നീ പറഞ്ഞിട്ടും നീ നിർബന്ധിച്ചിട്ട് തന്നെയല്ലേ ഇവിടെ വരെ നമ്മൾ എത്തിയത്. പിന്നെ എന്താ ഇപ്പം നിനക്കൊരു വല്ലാത്തൊരു മാറ്റം സംഭവിച്ചതുപോലെ എന്നെല്ലാം അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല ചേച്ചി, അവനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ വരെ എത്തിയത്. എന്നാൽ ഇവിടെ എത്തി വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി. രോഹിത്ത് പറയുന്നത് കേട്ട് അലീന രോഹിത്തിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എടാ, അത് നിനക്ക് പഴയ കേസൊക്കെ ആലോചിച്ചിട്ടാണ്. പഴയ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിൻ്റെ മനസ്സിലേക്ക് വന്നു, അത്ര തന്നെ. നീ അതിനെ ഇത്ര സീരിയസ് ആക്കി ഒന്നും എടുക്കണ്ട. മൂവരും കാറൊക്കെ പാർക്ക് ചെയ്ത് ജയിലിൻ്റെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. അവിടെ നിന്നിരുന്ന പോലീസുകാരനോട് അകത്തേക്ക് കയറ്റി വിടണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ, വരാനുള്ള സമയമായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു അദ്ദേഹത്തിന് അതിൻ്റേതായ രീതിയിലൊക്കെ മറുപടിയും പറയുന്നുണ്ട്. മൂവരെയും അകത്തേക്ക് കയറ്റി വിടുകയാണ്. അകത്തേക്ക് നടന്നു ചെന്ന് മനു ഒരു പോലീസുകാരനോട് വന്ന കാര്യം ധരിപ്പിക്കുകയാണ്. അദ്ദേഹം തങ്ങളെ 3 പേരെയും മറ്റൊരു മുറിയിലേക്ക് വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ആ മുറിയിലെത്തി ഒരു ബെഞ്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് അവരോട് അതിലേക്ക് ഇരിക്കാനായി പറയുകയാണ്. അവർ മൂവരും അതിലേക്ക് ചെന്നിരുന്നു. അദ്ദേഹം അകത്തേക്ക് തന്നെ പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹരി മാത്രമാണ് നടന്നു വരുന്നത്. ഇവർ 3 ആളും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഹരിക്ക് വന്നതാരാണെന്ന് മനസ്സിലാവാതെയാണ് ഹരി നടന്നു വരുന്നത്. ഹരിയുടെ വേഷത്തിലൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചുകൂടി സുന്ദരനായിരിക്കുന്നു എന്നാണ് അലീനയ്ക്ക് മനസ്സിൽ തോന്നിയത്. കാരണം ആ ദുഷിച്ച മുഖം അതേപോലെ തന്നെയുണ്ടെങ്കിലും വല്ലാതെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറ്റബോധമുണ്ടെങ്കിൽ മാത്രമല്ലേ മനസ്സിന് ടെൻഷനൊക്കെ തോന്നുള്ളൂ. ഇതിപ്പോൾ ജയിലിൽ കിടക്കുന്ന എന്നുള്ളൊരു വിഷമം മാത്രമേ അവനുണ്ടാവുള്ളൂ. അല്ലാതെ ആ കുട്ടിയോട് അങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരു വിഷമമൊന്നും അവനുണ്ടാവില്ല എന്ന് മനസ്സുകൊണ്ട് പറയുകയാണ്. ഒരു മനുഷ്യനോട് പോലും ഒരു ആത്മാർത്ഥതയുള്ളവനായിട്ട് ഇതുവരെ തനിക്ക് ഹരിയെ തോന്നിയിട്ടില്ല. തന്നോട് അവനൊരവസരം കിട്ടിയപ്പോൾ കാണിച്ച ക്രൂരത അതെത്രയാണെന്ന് തനിക്ക് നന്നായിട്ടറിയാം. അതേപോലെ തന്നെ എത്രയൊക്കെ വന്നാലും ബബിതയും അവൻ്റെ അമ്മായിയുടെ മോളല്ലേ, അവൻ്റെ പെങ്ങളല്ലേ. അവളെയും ഒരവസരം കിട്ടിയപ്പോൾ
അവൻ അതേ ചൂഷണത്തിന് വിധേയയാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് അവനെ കണ്ടപ്പോൾ ഒരു തെല്ല് പോലും ഒരു വിഷമമോ അലിവോ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയം ഹരി നടന്നടുക്കും തോറും അവൻ്റെ കണ്ണിലേക്ക് മൂവരെയും കാണുന്നുണ്ടായിരുന്നു. ഹരിക്ക് 3 പേരും ഇരിക്കുന്നത് കാണാമായിരുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയത് അലീന മാത്രമായിരുന്നു. അവനാകെ ദേഷ്യം വന്നു. അവൻ്റെ മുഖമാകെ ചുവന്നു തുടുത്തു. അവനൊരു നിമിഷം ആ നിൽപ്പ് അവിടെ തന്നെ നിന്നു. അവൻ നിൽക്കേണ്ടിയിരുന്ന ആ ഗ്രില്ലിനടുത്തേക്ക് വരാൻ പോലും അവൻ മടി കാണിച്ചു. എന്നാൽ ഇവനെ കണ്ടതും ഇവൻ നടക്കുന്നത് കണ്ടതും രോഹിത്തും മനുവും അവനടുത്തേക്കായി നടന്നു ചെന്നു. അവർ ആ ഗ്രില്ലിൽ കൈവച്ചുകൊണ്ട് നിന്നു. ഹരി എന്ന് മനു വിളിച്ചു. ഹരി തെല്ല് മുമ്പിലേക്കായി നടന്നു. മനു പറഞ്ഞു, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്കല്ല നിന്നെ കാണാനായി ഞങ്ങൾ വന്നത്. രോഹിത്തിന് നിന്നെ കാണണമെന്ന് വല്ലാത്ത വാശിയിലായിരുന്നു, അതുകൊണ്ടാണ് വന്നത് എന്നെല്ലാം മനു വിശദമായി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹരിയിൽ ഒരു വ്യത്യാസവും കാണുന്നുണ്ടായിരുന്നില്ല. ഹരി ആ കമ്പിയിൽ കൈവച്ച് നിൽക്കുന്നത് കാണെ രോഹിത്ത് അവൻ്റെ കൈക്കായി കയറി പിടിച്ചു. രോഹിത്ത് പിടിച്ചതും ഹരി ആ കൈകൾ പിന്നിലേക്ക് വലിച്ചു. ഹരി അവൻ്റെ മുഖത്തൊക്കെ പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. എന്തെന്നില്ലാത്ത പരിഭവം ഹരിയുടെ മുഖത്ത് രോഹിത്തിനോടായി കാണുന്നുണ്ടായിരുന്നു. രോഹിത്ത് ഹരിയോട് ചോദിച്ചു, നിനക്ക് എന്നോട് ദേഷ്യമാണോ ഹരി? എനിക്കെന്തിനാണ് ദേഷ്യം? അല്ലെങ്കിൽ തന്നെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ലല്ലോ. ഞാനല്ലേ നിന്നെ കൊണ്ടുപോയി കുടുക്കിയിരുന്നതൊക്കെ. എല്ലാ കഥകളും ഞാനിവിടെ തന്നെ നിന്നുകൊണ്ട് അറിയുന്നുണ്ടായിരുന്നു. നീ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതും നിനക്ക് പ്രാന്തായതും നിന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോയി ചികിത്സിപ്പിച്ചെന്നും അതിനുശേഷം നിന്നെയും ശരണ്യയെയും കൂടി ബാംഗ്ലൂരിലേക്ക് കയറ്റിവിട്ടെന്നും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്തിനാണ് എന്നെ കാണാനായി ഇവിടെ വരെ വന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല രോഹിത്തെ. നീ എന്തായാലും രക്ഷപ്പെട്ടവനല്ലേ. നീ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് ദൈവനിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നിനക്കന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാനൊക്കെ തോന്നിയത്. ഇത് കേട്ട് നിൽക്കുന്ന മനു ഇവർ 2 പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ഹരി വീണ്ടും പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ജാമ്യം കിട്ടിപ്പോയി നിനക്ക് ആ അസുഖമൊക്കെ വന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം കോളേജിലേക്ക് പോകുമ്പോഴെങ്കിലും അതിന് മുന്നായിട്ടെങ്കിലും നിനക്കൊന്ന് വന്ന് കാണാമായിരുന്നു. ഇതിപ്പോൾ കോളേജിൽ പോയി നീ അവിടെ കിടന്ന് ആർമാദിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ദുഃഖം കാണാനാണോ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അതും അവളെയും കൂട്ടി. എൻ്റെ ഈ അവസ്ഥ അവളെ കാണിച്ച് സന്തോഷിപ്പിക്കാനോ? എന്തിനാടാ നീ അവളെയും കൂട്ടി ഇവിടേക്ക് വന്നത്? കുറച്ചകലെയാണ് അലീന നിൽക്കുന്നതെങ്കിലും രോഹിത്തിനോടായി ഹരി പറയുന്ന വാക്കുകളെല്ലാം തന്നെ അലീന കേൾക്കുന്നുണ്ടായിരുന്നു. അലീനയ്ക്ക് മനസ്സിൽ പുച്ഛമാണ് തോന്നുന്നത്. എത്രയൊക്കെ അനുഭവിച്ചാലും മനസ്സിലെ ആ ദുഷിപ്പ് അത് ഇവൻ്റെ ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ എന്ന്. ഓ, മനുവേട്ടൻ പിന്നെ ഇവർക്ക് കാവൽ വന്നതായിരിക്കും അല്ലേ മനുവേട്ടാ? അല്ലാതെ മനുവേട്ടൻ എന്നെ കാണാൻ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത്രയും നാളും അച്ഛനും ചെറിയച്ഛനും ഒക്കെ എനിക്ക് വേണ്ടി ചുറ്റിലും നടക്കുമ്പോഴും മനുവേട്ടന് അലീനയുടെ കാര്യത്തിലായിരുന്നല്ലോ വലിയ താല്പര്യം. ഞാനെല്ലാം ഇവിടെ നിന്ന് അറിയുന്നുണ്ടായിരുന്നു. മനു ഇത് കേട്ടപാടെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഓ, നിന്നെ അറിയിക്കാനാണല്ലോ എല്ലാ ആഴ്ചയും അവിടെ നിന്ന് കെട്ടും കിടക്കുകയായിട്ട് അമ്മ ഇങ്ങോട്ട് എഴുന്നള്ളത്. അമ്മയും നീയും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിക്കാത്തിടത്തോളം കാലം നീ രക്ഷപ്പെടാൻ പോണില്ല ഹരി. ആ കാര്യം ഞാൻ അമ്മയോടും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കേട്ട് നിൽക്കുന്ന രോഹിത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. രോഹിത്ത് മനുവിനോടായി പറയുന്നുണ്ട്, വേണ്ട മനുവേട്ടാ, അവനിവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മളും കൂടി ചിന്തിക്കേണ്ടതല്ലേ. അവനെ ഒന്നും പറയണ്ട. ഇത് കേട്ട് നിൽക്കുന്ന ഹരിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ഹരി രോഹിത്തിനോടായി ചോദിക്കുന്നുണ്ട്, എന്തിനാടാ എനിക്ക് നിൻ്റെ ഔദാര്യം? എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും എനിക്ക് നിങ്ങളാരെയും കാണാൻ വേണ്ട. നിങ്ങളൊക്കെ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി തിരിഞ്ഞ് നടക്കാൻ നേരം അവിടെ നിന്നും അലീന വിളിച്ചു, 'ഹരി, ഒന്നവിടെ നിൽക്കണം. എന്തായാലും നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. നീ ഇവിടെ തന്നെ നിൽക്കണം. നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്' എന്ന് പറഞ്ഞുകൊണ്ട് ഹരി തിരിഞ്ഞ് നടക്കാൻ നേരം അവിടെ നിന്നും അലീന വിളിച്ചു, 'ഹരി, ഒന്നവിടെ നിൽക്കണം. എന്തായാലും നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. നീ ഇവിടെ തന്നെ നിൽക്കണം. നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്' എന്ന് പറഞ്ഞുകൊണ്ട് ഹരി തിരിഞ്ഞ് നടക്കാൻ നേരം അവിടെ നിന്നും അലീന വിളിച്ചു, 'ഹരി, ഒന്നവിടെ നിൽക്കണം.
കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ വന്നതല്ല. ഇവന്, എൻ്റെ അനിയന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് നടത്താൻ പറ്റുന്ന ഏതാഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ നടത്തി കൊടുക്കുമെന്ന് ഞാൻ മനസ്സാൽ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. നീ ഇത്രയൊക്കെ കിടന്ന് പ്രസംഗിച്ചില്ലേ? നിൻ്റെ നാവിൽ നിന്നും നീ തന്നെ പറഞ്ഞില്ലേ, നീയൊക്കെ ശരണ്യയോട് കാട്ടിക്കൂട്ടുന്ന ക്രൂരത കണ്ടു നിൽക്കാൻ കഴിയാതെയാണ് ഇവൻ ഈ രോഹിത് അവിടെ നിന്നും ഇറങ്ങി ഓടിയതെന്ന്. അത്രത്തോളമെങ്കിലും നിനക്ക് പറയാൻ തോന്നിയത് എന്തായാലും എനിക്ക് സന്തോഷമായി. വേറൊന്നും കൊണ്ടല്ല, അപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നീയൊക്കെ കാട്ടിക്കൂട്ടിയത് ക്രൂരതയാണെന്ന്. അപ്പോഴും ഹരി അലീനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അവളെ പിടിച്ചു കെട്ടി ആ വീട്ടിലേക്ക് കൊണ്ടുപോയതല്ല. അതെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നല്ലതായിരുന്നു. നിങ്ങളിപ്പോൾ അവളെ പൊത്തിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഞാൻ വിളിച്ചെടുത്തേക്ക് പോരാനുള്ള സമ്മതത്തോടു കൂടി എൻ്റെ കാറിൽ കയറിയിരുന്നവളാണ് അവൾ. പിന്നെ എങ്ങനെയാണ് ഞാൻ മാത്രം കുറ്റക്കാരനായത്? അവൾ അന്ന് എൻ്റെ കൂടെ എൻ്റെ ആ കാറിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാണല്ലേ? നിങ്ങൾക്ക് ഹരിയെ കുറ്റപ്പെടുത്തണം, ഹരിയെ മാത്രം. ഹരിയുടെ ബോധമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കേട്ട് അലീനയ്ക്ക് അവനോട് വല്ലാത്ത പുച്ഛവും അരിശവും ദേഷ്യവും ഒക്കെ തോന്നുകയാണ്. അലീന ഹരിയോട് ചോദിക്കുന്നുണ്ട്, എടാ നീയൊക്കെ ഒരു മനുഷ്യനാണോ? നീയിപ്പോൾ കിടക്കുന്ന ഈ സ്ഥലം ഏതാണെന്നെങ്കിലുള്ള ബോധമുണ്ടോ നിനക്ക്? നീ സ്നേഹിച്ച പെണ്ണിനെയാടാ നീ വിളിച്ചു കൊണ്ടുപോയി നീ കൂട്ടുകാരനും അനിയനും ഒക്കെ കാഴ്ച വയ്ക്കാൻ ശ്രമിച്ചത്. അവൾ നിൻ്റെ കൂടെയാണ് വന്നത്, അല്ലാതെ നീ അവളോട് പറഞ്ഞിരുന്നോ നിൻ്റെ അനിയനും കൂട്ടുകാരന്മാർക്കുമൊക്കെ അവളെ കാഴ്ച വയ്ക്കാൻ കൊണ്ടുപോവുകയാണെന്ന്? അങ്ങനെ പറഞ്ഞിട്ടാണ് നീ കൊണ്ടുപോയതെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള വഴിയൊരുക്കാം. അടുത്ത ജാമ്യ അപേക്ഷ നിന്നെ തള്ളിക്കളയില്ലാന്ന് ഈ അലീന വാക്ക് തരാം. പറയാൻ പറ്റുമോ നിനക്ക്? അലീനയുടെ വെല്ലുവിളി നിറഞ്ഞ ആ വാക്കുകൾ കേട്ട് മനുവും രോഹിത്തും അതിശയത്തോടു കൂടി അലീനയെ നോക്കി നിൽക്കുകയാണ്. അലീന വീണ്ടും പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്കത് കഴിയില്ലെന്ന്. കാരണം നീ അവളെ എന്ത് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടു പോയതെന്നും നീ എത്ര കാലമായി അവൾക്ക് നേരെ ഈ അതിക്രമത്തിന് മുതിർന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നെല്ലാം എന്നെപ്പോലെ വേറെ ആർക്കും അറിയില്ല ഹരി. നീ പിന്നെ വലിയ ആളാവല്ലേ? നീ കിടക്കേണ്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ നീ കിടക്കുന്നത്. അതിനെക്കുറിച്ച് നീ അധികം സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ വേറൊരു കാര്യം, നീ ഒരിക്കലും ഈ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ശരണ്യ ഒന്നില്ലെങ്കിൽ മൊഴി മാറ്റി പറയണം, അല്ലെങ്കിൽ നിൻ്റെ വക്കീലിന് അത്രത്തോളം ബുദ്ധി ഉണ്ടായിരിക്കണം. ഇത് രണ്ടും സംഭവിക്കാത്തിടത്തോളം കാലം നീ ഈ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കിടക്കും. ഇടയ്ക്കെങ്കിലും വിസിറ്റ് വരുന്ന നിൻ്റെ കമലമ്മ പറഞ്ഞു തരണം പരദൂഷണങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം. തിരിഞ്ഞു നിന്ന് രോഹിത്തിനോടായി അലീന ചോദിക്കുന്നുണ്ട്, മതിയായില്ലേ നിനക്ക്? പോവാനായില്ലേ നിനക്ക്? നിന്നോട് അപ്പളെ പറഞ്ഞതല്ലേ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലെന്ന്. എല്ലാം കഴിഞ്ഞ് അവൻ പുണ്യാളനാവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. വാടാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന രോഹിത്തിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയം മനു ഹരിയോടായി പറയുന്നുണ്ട്, അല്പമെങ്കിലും മനസ്സാക്ഷി മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നുവെന്ന് അല്പമെങ്കിലും ചിന്തിക്കുന്നത് നല്ലതായിരുന്നു. വന്നില്ലേ ആ രോഹിത്ത്, അവൻ്റെ മനസ്സിൽ അതിൻ്റെ അല്പമെങ്കിലും കണിക ബാക്കിയുണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന ക്രൂരത കണ്ടു നിൽക്കാൻ കഴിയാതെ അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയത്. ഇന്നവൻ ഈ നിൽപ്പ് നിൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞത്. അതൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കുക. ജാമ്യം കിട്ടിയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊണ്ടുപോയി അവൻ കുടുക്കി എന്നൊക്കെയാണ് നീയും ചിന്തിക്കുന്നതെങ്കിൽ നിനക്കും അമ്മക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എല്ലാം വരുത്തി വെച്ചത് നീയാണെന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം ഹരി. പിന്നെ അമ്മ പറയുന്ന പോലെ അമ്മയുടെ പറച്ചിലൊന്നും ഞാൻ ഇതുവരെ കാര്യത്തിലെടുത്തിട്ടില്ല. ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് മനു തിരിഞ്ഞു നടക്കുകയാണ്. ബാക്കിൽ നിന്നും ഒരു വിളി ഹരി വിളിക്കുന്നുണ്ട്, മനുവേട്ടാ. മനു തിരിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട്. മനുവിനോടായി ഹരി പറയുന്നുണ്ട്,
മനുവേട്ട, സത്യസന്ധമായിട്ട് പറഞ്ഞ എനിക്കിവിടെ ആകെ മടുത്തു. മനസ്സിൽ കുറ്റബോധമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു കാര്യം കിടപ്പുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നതാണ്. അത് നിങ്ങളെല്ലാന്ന് പറയരുത്. മനു അവനെ നോക്കി ഒരു പുച്ഛഭാവത്തിലൊന്ന് ചിരിച്ചു കാണിച്ചു. ഒരിക്കൽ കൂടി ഹരി ചോദിച്ചു, മനുവേട്ട, എനിക്ക് വേണ്ടി അലീനയോട് ഒന്ന് പറയാമോ? ശരണ്യയോടൊന്ന് സംസാരിക്കാൻ. രോഹിത്തിനെ ഇറക്കിയതുപോലെ. മനുവിന് ഹരിയുടെ വർത്താനം കേട്ട് ചിരിയാണ് വന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യം, അതിനെക്കുറിച്ചാണ് ഹരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അലീനയുടെ മുമ്പിൽ കിടന്ന് ഇത്രയും നേരം ഒരു പട്ടിയെപ്പോലെ കുരച്ചിട്ട് അവളോട് സഹായം ചോദിക്കുന്നു. ഇവൻ ആ കമലയുടെ മകൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മനു പുറത്തേക്ക് നടക്കുകയാണ്. ഹരിയെ കൊണ്ടുപോകാനായി ഉടനെ തന്നെ ആ പോലീസുകാരനും വന്ന് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മനു കാറിനടുത്തേക്ക് നടന്ന് ചെന്നപ്പോൾ അലീനയും രോഹിത്തും തന്നെയും കാത്ത് ആ കാറിനരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് ആ വന്ന സന്തോഷം മനുവിനെ കാണുന്നുണ്ടായിരുന്നില്ല. മനു രോഹിത്തിനോടായി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? കൂട്ടുകാരനെ കാണാൻ വന്നിട്ട് ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. എന്താ മനുവേട്ടാ അവൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് അവന് മനസ്സിലാവാഞ്ഞിട്ടാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവന് ഒന്നും മനസ്സിലാവില്ല. അവനിനി ഇതൊന്നും തിരുത്താനും പോകുന്നില്ല. കാരണം അവൻ്റെ അമ്മ കമലയാണ്. കമല എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് ഒരു മകനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയില്ല. അവരൊരിക്കലും അവനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കില്ല. ഇപ്പോഴും വന്ന് നിന്ന് പറയുന്നതെല്ലാം ദുഷിച്ച വാക്കുകളാണ്. അത് അവൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതല്ലേ. അച്ഛനോട് പറയണം എല്ലാ ആഴ്ചയും ഇനി അമ്മയുമായിട്ട് അവനെ കാണാൻ പോകേണ്ടെന്ന്. ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് എനിക്കുറപ്പായിരുന്നു മനുവേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇവനോട് അതിന് നിൽക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ആരോട് പറയാൻ? ഇവന് വല്ലാത്ത വാശിയിലായിരുന്നു പോയി കാണണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്തുണ്ടായി? ഉള്ള സന്തോഷവും കൂടി അങ്ങ് ഇല്ലാണ്ടാക്കിയപ്പോൾ നിനക്ക് മനസ്സമാധാനം കിട്ടിയോ എന്ന് അലീന ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചേച്ചിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ചില സമയത്ത് പഠിക്കാനിരിക്കുമ്പോൾ പോലും അവരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ അന്ന് അവരൊക്കെ ഇതൊക്കെ ചെയ്തു കൂട്ടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊന്ന് തടുക്കാമായിരുന്നു. എല്ലാവരോടും ചെന്ന് പറയാമായിരുന്നു. അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊരു കുറ്റബോധം മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഞാൻ അവനെ കാണണമെന്ന് വിചാരിച്ചത്. അല്ലാതെ വീണ്ടും എൻ്റെ സൗഹൃദം പുതുക്കാനോ അവനുമായിട്ട് വീണ്ടും കൂട്ടുകൂടി നടക്കാനോ ഒന്നുമല്ല. എന്തായാലും പോട്ടെ, സാരില്ല. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നീ ഇനി ഇതാലോചിച്ച് ടെൻഷൻ അടിച്ചും വിഷമിച്ചൊന്നും ഇരിക്കാൻ നിൽക്കണ്ട. നീ എന്നാണ് തിരിച്ചു പോകുന്നത് എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുകയാണ്, ഞാൻ നാളെ തന്നെ പോകും മനുവേട്ടാ. നാളെ വൈകുന്നേരത്തെ ട്രെയിന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ശരണ്യയെ അവളുടെ ഹോസ്റ്റൽ റൂമിലാക്കിയിട്ട് വേണം എനിക്കും എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകാൻ. അങ്ങനെ അവരുടെ യാത്ര വീട്ടിലേക്ക് തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തായി കാര്യങ്ങളൊക്കെ? നീ തിരിച്ച് പപ്പയുടെ അടുത്തേക്ക് പോകുന്നില്ലേ? പോണം മനുവേട്ടാ. പപ്പയോട് അച്ഛൻ വിളിച്ച് പറഞ്ഞുവെന്നോ എന്തോ ആണ് പറഞ്ഞത്. പപ്പ ഇന്ന് രാവിലെ എന്നെയും വിളിച്ചിരുന്നു. ഞാനപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ. അച്ഛൻ പറയുന്ന പോലെ മാത്രമല്ലേ പറ്റുള്ളൂ. അച്ഛൻ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് എന്നോട് ഇവിടേക്ക് വരാനും രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് വരാനായി ഇവിടെ നിന്ന് അച്ഛനും എനിക്കും കൂടി ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടേക്ക് എത്തിയത്. അന്ന് തന്നെ അച്ഛൻ എന്നെ തിരിച്ച് കൊണ്ടുപോയാക്കേണ്ടതായിരുന്നു മനുവേട്ടാ, ഇവനെ വീട്ടിലെത്തിച്ചതിന് ശേഷം. പക്ഷേ അപ്പോളായിരുന്നല്ലോ ഇവൻ്റെ വക സർപ്രൈസ്, ഇവൻ ശരണ്യയുമായി കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ അവൾ എന്നോടൊപ്പം നിൽക്കാമെന്ന ധൈര്യത്തിലാണ് ഇവൻ്റെ കൂടെ വന്നത്. അങ്ങനെ അവളെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ കഴിയില്ലെന്ന് അച്ഛനും മനസ്സിലായി. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇവർ പോയതിന് ശേഷം എനിക്ക് പോയാൽ മതിയെന്ന്.
നിനക്ക് വിഷമമില്ലേ അലീന? അങ്കിളിങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. മനുവേട്ടനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് മനുവേട്ടൻ എന്താ ഇങ്ങനെ ചിന്തിച്ചതെന്ന് ഞാൻ ആലോചിച്ചത്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലേ. അതിന് മനുവേട്ടനെ അറിയില്ലേ, അച്ഛൻ എന്ത് പറഞ്ഞാലും അച്ഛൻ എന്തൊക്കെ ചെയ്താലും ചേച്ചിക്ക് അതെല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മളിതൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമാവും കേട്ടോ പരാതിക്കാർ. വെറുതെ ആവശ്യമില്ലാതെ ഒന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട. അത് ശരിയാ രോഹിത്തെ. അതുകൊണ്ട് തന്നെ ഞാനിനി ഇതിൽ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ലേ. മൂവരും കൂടി നെടുമ്പുരക്കൽ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.